ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരെ സാഥിയോ. ടുഡേ ഐ ആം ഗിവിംഗ് യു എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ്. ദേ മെറ്റ് ഇൻ എ ബസ് സ്റ്റാൻഡ്. അതായത് ഇന്ന് ഞാൻ തരാൻ പോകുന്നത്, നിങ്ങളോട് പറയാൻ പോകുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, രണ്ട് വ്യക്തികൾ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണം. ഓക്കെ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, വൈ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്ക് പോകുന്നു? ആപ് കഹാം സെ ജാ രഹേ? നിങ്ങൾ എങ്കേക്ക് പോകരുത് പറയാം അല്ലേ. കോത്താപ്പെട്ടി ജാനസ്തോ നേപ്പാളിയിൽ പറയുകയാണെങ്കിൽ നേപ്പാളിമേ കോത്താപ്പെട്ടി എന്ന് പറഞ്ഞാൽ എവിടേക്ക്? വർ ആർ യു ഗോയിങ്? അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയാണ്, ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ്. ഞാൻ കോഴിക്കോട് പോവുകയാണ്, കാലിക്കറ്റ് പോവുകയാണ്. മേം കാലിക്കറ്റ് സെ ജാ രഹി ഹൂം. ഞാൻ കോഴിക്കോട് പോവാണ് എന്ന് പറയാണ്. മേ കാലിക്കറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട്ടിലേക്ക് പോകുന്നു. ഞാൻ കോഴിക്കോടേക്ക് പോകലാൾ അല്ലെങ്കിൽ പോകരുത് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അത്രയും കാര്യങ്ങളായി. ഇനി അടുത്ത അദ്ദേഹം ചോദിക്കുന്നത്, വാട്ട് ആർ യു ഡൂയിങ്? അല്ലേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കണം. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ്? ഐ എം എ ബാങ്ക് മാനേജർ. അപ്പോൾ ഞാനൊരു ബാങ്ക് മാനേജർ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ബാങ്ക് മാനേജറാണ്. അപ്പൊ ഹിന്ദിയിൽ പറയുമ്പോൾ ആപ് ക്യാ കർത്തി ഹേ? ഇതിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, മേം എക് ബാങ്ക് മാനേജർ ഹൂ. ഞാനൊരു ബാങ്ക് മാനേജറാണ് അല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാനും കാരണം, ഇങ്ങനെ വളരെ എളുപ്പമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പല ഭാഷകളും വളരെ വശ്യമായി സംസാരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഈ എൻ്റെ ചാനലുകൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തായിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, പിന്നെ വേർ ആർ യു ഫ്രം? അല്ലേ, നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്, ഏത് നാട്ടുകാരനാണ്? അപ്പം അധികം പറഞ്ഞു, വേർ ആർ യു ഫ്രം? ഐ ആം ഫ്രം കേരള. ഞാൻ കേരളത്തുകാരനാണ്. മേ കേരൾ സേ ആ രഹി ഹൂം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരുന്നവനാണ്, കേരളക്കാരനാണ്. ഞാൻ കേരളാവിൽ നിന്ന് താൻ എന്ന് പറയാൻ, ഞാൻ കേരളക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഈ ചെറിയ അതായത് ചെറിയ കോൺവെർസേഷൻ തരാണ്, നമുക്ക് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദ ബസ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞത്, ആ ബസ് വന്നുകൊണ്ടിരിക്കുന്നു, ബസ് ആരായി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബസ്സിൽ കയറി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ ചാനലുകളിലെ ലിങ്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് TK Menon. Subscribe it, otherwise you can get the continuation of the classes. Then share it maximum as you can, as you like. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക്, സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് TK Menon. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108. സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108. ഫോളോയിങ് ആൻഡ് ഷെയർ. My Instagram link Prakash TK 7, Prakash TK 7. Following and share. Okay, bye. See you in my next video. Okay.